നോക്കാനായിട്ട് പോകുന്നത് DPSP ആണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ്. അപ്പൊ എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാഷ്ട്രം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നമ്മുടെ പൗരന്മാർക്ക് ചെയ്തു കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുന്ന കുറച്ച് തത്വങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത്രയും തത്വങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അങ്ങനെ നിർദ്ദേശിക്കുന്ന കുറച്ച് തത്വങ്ങളെയാണ് നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ DPSP അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. രാഷ്ട്രം പൗരന്മാർക്ക് ചെയ്തു കൊടുക്കണം, അതായത് കൊടുത്താൽ നന്നായിരിക്കും, കൊടുത്തിരിക്കണം എന്നൊന്നും പറയുന്നില്ല, കൊടുത്താൽ നന്നായിരിക്കും, അങ്ങനെ പറയുന്ന കുറച്ച് ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും ഒരു ലീഗലി ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ലീഗലി കൊടുക്കുന്ന തത്വങ്ങളല്ല. ചെയ്തു കൊടുത്താൽ നന്നായിരിക്കും എന്നിങ്ങനെ നിർദ്ദേശിക്കുന്ന തത്വങ്ങളാണ്. നോട്ട് വെക്കുക, നിർദ്ദേശിക്കുന്ന തത്വങ്ങളാണ് DPSP. ഇതിപ്പോ ചെയ്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കോടതിയെ സമീപിക്കാനായിട്ട് പറ്റത്തില്ല. അതാണ് പറഞ്ഞേക്കുന്നത് നോൺ ജസ്റ്റിഷ്യബിൾ എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് ഈ തത്വങ്ങൾ നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റൂല, കോടതിയെ സന്ദർശിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള കുറച്ച് തത്വങ്ങളാണ് DPSP എന്ന് പറയുന്നത്. അപ്പൊ എന്താ DPSP എന്ന് ചോദിച്ചാൽ, രാഷ്ട്രം പൗരന്മാർക്ക് ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് നിർദ്ദേശക തത്വം എന്ന് പറയുന്നത്. ഇതെന്താണ്, നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. ഇത് ചെയ്തു തന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോയി കേസ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു കുറച്ച് തത്വങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് DPSP, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. നമുക്ക് 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനകത്ത് വരുന്നത്. ഒന്നാമത് വരുന്നത് സോഷ്യലിസ്റ്റ് ആൻഡ് എക്കണോമിക്സ്, രണ്ടാമത് വരുന്നത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, മൂന്നാമത് വരുന്ന ലിബറൽ പ്രിൻസിപ്പിൾസ്. ഈ 3 കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് നമ്മുടെ DPSPക്കകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത് നമുക്ക് നോക്കാം സോഷ്യലിസ്റ്റ് ആൻഡ് അതേപോലെ തന്നെ എക്കണോമിക്സ് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, സോഷ്യലിസ്റ്റ് ആൻഡ് എക്കണോമിക്സിൽ തന്നെ പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ വെൽഫെയറിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ഒരു തത്വമാണ് നമ്മുടെ DPSP എന്ന് പറയുന്നത്. എല്ലാവരിലേക്കും ഇക്വാലിറ്റി കൊണ്ടുവരാ, എല്ലാവർക്കും ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള വരുമാനം കിട്ടണം, മെന്നും വുമണും എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാ ആളുകൾക്കും കറക്റ്റ് ആയിട്ടുള്ള വേതനം കിട്ടുക, എല്ലാവരുടെയും പ്രൊഡക്ഷൻ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാവുന്നത് എങ്ങനെയാണ്, നമ്മുടെ രാജ്യത്ത് ഒത്തിരി ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് ഒത്തിരി വരുമാനം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷനെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികൾക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക, അതായത് വിദ്യാഭ്യാസ മേഖലയിലായാലും ശരി, ഹെൽത്ത് കെയറിലായാലും ശരി, കുറച്ച് കാര്യങ്ങളാണ് സോഷ്യലിസ്റ്റ് ആൻഡ് എക്കണോമിക്സ് കൺസെപ്റ്റിൽ വരുന്നത്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങളിലെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സോഷ്യലിസ്റ്റ് ആൻഡ് എക്കണോമിക്സ് തത്വങ്ങൾ എന്ന് വെച്ചാൽ, ഇവർ കൂടുതലായിട്ട് എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ സൊസൈറ്റിയുടെ വെൽഫെയർ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ കൂട്ടണം. അതേപോലെ തന്നെ ആണില്ല പെണ്ണില്ല രണ്ടുപേരുടെ ഒരു വേർതിരിവൊന്നും ഇല്ലാതെ അവർ ചെയ്യുന്നതിനനുസരിച്ചുള്ള വരുമാനം അവർക്ക് കൊടുക്കുക. അതേപോലെ തന്നെ കുട്ടികൾ ഡെവലപ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കുക. ഇതാണ് സോഷ്യലിസ്റ്റ് ആൻഡ് എക്കണോമിക് ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് രണ്ടാമത് നോക്കാം ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. അറിയാം എന്താ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, നമ്മുടെ ഗാന്ധിജിയുടെ തത്വങ്ങൾ ഇൻസ്പയർ ആയിട്ടുള്ള ആളുകൾ കൊണ്ടുവന്ന പ്രിൻസിപ്പിൾ ആണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. ഇതെന്താ പറയുന്നത്, നമ്മുടെ വില്ലേജസിനെ പ്രൊമോട്ട് ചെയ്യുക, പഞ്ചായത്തിനെ പ്രൊമോട്ട് ചെയ്യുക, അതേപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റ്, അതായത് ഗ്രാമമേഖലയിലും അതേപോലെ തന്നെ ഉൾക്കാടുകളിലൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടാക്കണം, എല്ലാവർക്കും വിദ്യാഭ്യാസം എത്തണം. വീക്കർ സെക്ഷൻ ഉണ്ടല്ലോ, സമൂഹത്തിൽ ഉണ്ടാകുന്ന വീക്കർ സെക്ഷൻ, അതായത് പിൻപോട്ട് നിൽക്കുന്ന ആളുകളെയും കൂടെ മുമ്പോട്ട് കൊണ്ടുവരിക. ഇതാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ വരുന്നത്. ഇനി അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ ലിബറൽ പ്രിൻസിപ്പിൾ. ലിബറൽ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ എന്തോന്നാണ്, ലിബർട്ടി, എല്ലാരിലും ലിബർട്ടി കൊണ്ടുവരിക, എല്ലാരിലും ഇക്വാലിറ്റി കൊണ്ടുവരിക, ഫെർട്ടേണിറ്റി കൊണ്ടുവരിക, അതായത് സാഹോദര്യം, ലൈക്ക് നമ്മൾ എല്ലാവരും ഒന്നാണ് എന്നൊരു കോൺസെപ്റ്റ് ആണ് ഇതിൽ വരുന്നത്, ലിബറൽ പ്രിൻസിപ്പിളിൽ വരുന്നത്. അപ്പൊ നമ്മൾ 3 തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ആണ് നോക്കിയത്. ഒന്നാമത് സോഷ്യലിസ്റ്റ് ആൻഡ് എക്കണോമിക് പ്രിൻസിപ്പിൾസ്, അതായത് നമ്മുടെ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, ആ കുറച്ച് കാര്യങ്ങൾ. ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, ഗാന്ധി വിഭാവനം ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. നമുക്ക് നമ്മൾ നോക്കിയ ലിബറൽ പ്രിൻസിപ്പിൾ. ലിബറൽ പ്രിൻസിപ്പിൾ, ഇക്വാലിറ്റി കൊണ്ടുവരിക, അതേപോലെ തന്നെ ലിബർട്ടി കൊണ്ടുവരിക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ലിബറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ DPSPയുടെ അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത് വരുന്ന യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ, സർവ്വലൗകിക വിദ്യാഭ്യാസം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കും ഇലമെന്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അതായത് പ്രാഥമിക വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുക. അതാണ് ആർട്ടിക്കിൾ 21A വരുന്നത്. അപ്പം യൂണിവേഴ്സൽ
യൂണിവേഴ്സേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ DPSP അണ്ടറിൽ വരുന്ന ഒരു കാറ്റഗറിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്താണ് ഫ്രീ ആയിട്ടും ഫെയർ ആയിട്ടും അത് കമ്പൽസറി ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുക. ആർക്കൊക്കെയാണ്? 6ാം ക്ലാസ് തൊട്ട് 6 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെയാണ്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതിയിൽ പോയിട്ട് കേസ് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് ചൈൽഡ് ലേബർ. അതായത് 14 വയസ്സിന് താഴെയുള്ള ആളുകളെ കൊണ്ടിട്ട് നിർബന്ധിതമായിട്ട് വേല ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ചൈൽഡ് ലേബർ എന്ന് പറയുന്നത്. എഗെയിൻസ്റ്റ് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ അടുത്ത് വരുന്നതാണ് സ്റ്റാറ്റസ് ഓഫ് വുമൺ. നമുക്കറിയാം ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അല്ല, പണ്ടത്തെ കാലഘട്ടത്തിലെ വുമന്റെ സ്റ്റാറ്റസ്, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് സ്ത്രീകളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്താണ്, അന്നത്തെ കാലത്ത് നിന്ന് ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോഴത്തേനാണ് സ്ത്രീകളുടെ സ്റ്റാറ്റസ്, സൊസൈറ്റിയിലുള്ള സ്ത്രീകളുടെ സ്റ്റാറ്റസ് കൂട്ടുക. എന്തൊക്കെ ചെയ്യുക? ഒന്നാമത് വരുന്നത്, പണ്ടത്തെ കാലത്ത് എന്താണ്, എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ആളുകളായിരിക്കും കൊച്ചു കുട്ടികളെ കല്യാണം കഴിക്കുന്നത്. ഓക്കെ, അതൊക്കെ മാറ്റിയിട്ട് സ്ത്രീകളുടെ വിവാഹപ്രായം ഉയർത്തുക. അതേപോലെ തന്നെ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അവർ എത്ര ജോലി ചെയ്യുന്നു അത് കറക്റ്റ് പേയ്മെന്റ് കൊടുക്കുക. പണ്ടത്തെ കാലത്തുണ്ട് ആണുങ്ങൾക്ക് വേറെ സ്ത്രീകൾക്ക് വേറെ, എന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് 100 രൂപയും കൊടുക്കും, സ്ത്രീകൾക്ക് 50 രൂപയും കൊടുക്കും. മനസ്സിലായത്? സ്ത്രീകൾ സ്ത്രീകളാണ്, പുരുഷന്മാർ പുരുഷന്മാരാണ്. ആ ഒരു വേർതിരിവ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അത് മാറ്റിയിട്ട് ചെയ്യുന്ന തൊഴിലിന് കറക്റ്റ് വേതനം കൊടുക്കുക. അത് സ്ത്രീ എന്നില്ല പുരുഷനെന്നില്ല. പിന്നെ അടുത്ത വിധവാ വിവാഹം പ്രൊമോട്ട് ചെയ്യുക. നമുക്കറിയാം അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആളുകളായിരിക്കും എന്താണ് കൊച്ചു കുട്ടികളെ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ച് 2 ദിവസം കഴിയുമ്പോൾ അയാൾ മരിച്ചു. അയാൾ മരിച്ചുമ്പോൾ ഇവർ വിധവയെന്ന് പറഞ്ഞിട്ട് ആ ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കിടന്ന് അവിടെ കിടന്ന് മരിക്കേണ്ടി വരും. അത് മാറ്റിയിട്ട് ഇങ്ങനെയുള്ള ആളുകളെയും കൂടി എന്താ പ്രൊമോട്ട് ചെയ്യുക, അവർക്ക് കൂടെ കല്യാണം കഴിക്കുക, അവർക്ക് കൂടെ ഒരു ജീവിക്കാനായിട്ടുള്ള ഒരു തുറന്നു കൊടുക്കുക. പിന്നെ അടുത്ത് വരുന്ന സ്ത്രീധന നിരോധനം. നമുക്ക് ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും അനുഭവിക്കുന്ന പ്രശ്നമാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. പക്ഷെ ചിലയിടത്ത് ആളുകൾ പറയുന്നുണ്ട്, ചിലയിടത്ത് ആളുകൾ ഒന്നും പറയുന്നില്ല. തന്റെ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി ഒന്നും പറയാതെ ഇങ്ങനെ മറച്ചു വെക്കുകയാണ്. പിന്നെ അടുത്ത് വിധവാ വിവാഹം, വിധവ പുനർവിവാഹം. ഓക്കെ, വിധവകളുടെ പുനർവിവാഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. സ്റ്റാറ്റസ് ഓഫ് വുമൺ, എങ്ങനെയെങ്കിലും സ്ത്രീകളുടെ പദവി മുമ്പോട്ട് കൊണ്ടുവരിക. ഈ അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഈ DPSP ഫണ്ടമെന്റൽ റൈറ്റ്. ഫണ്ടമെന്റൽ റൈറ്റ് നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? DPSP എന്ന് വെച്ചാൽ എന്താണ്? കുറച്ച് ഗൈഡ് ലൈൻസ്, എങ്ങനെ ഇത് കുറച്ച് ചെയ്തു കൊടുത്താൽ നന്നായിരിക്കും എന്ന് പറയുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് DPSP. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് വെച്ചാൽ എസെൻഷ്യൽ റൈറ്റ്, ഇത് ചെയ്തു കൊടുത്തേ പറ്റൂ. ഈ DPSP ചെയ്തു കൊടുത്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് കേസ് കൊടുക്കാനായിട്ട് പറ്റൂല. എന്നാൽ ഫണ്ടമെന്റൽ റൈറ്റ് എന്തെങ്കിലും ഒന്ന്, എന്റെ ഫ്രീഡം നിഷേധിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് കോടതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നീതി കിട്ടും. ഇത് പാർട്ട് 3 വരുന്നുണ്ട്, ഇത് പാർട്ട് 4 വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നോക്കാനായിട്ടുള്ളത്. അപ്പൊ എന്താണ് DPSP, അതിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്തോന്നൊക്കെയാണ്, അതിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് DPSP ഫണ്ടമെന്റൽ റൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മെയിൻ ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാൻ